കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു ധാരണയുണ്ടായിരുന്നു. 33 വർഷം ബംഗാൾ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവിടെ നിന്ന് നീക്കാൻ സാധിക്കുമോ, ഉന്മൂലനം ചെയ്യാൻ സാധിക്കുമോ എന്നൊരു ധാരണ. മമതാ ബാനർജി എന്ന സ്ത്രീ ഒറ്റയ്ക്ക് പൊരുതി തൃണമൂൽ കോൺഗ്രസ് എന്നൊരു കോൺഗ്രസ് ഉണ്ടാക്കി അവർ ബംഗാൾ കീഴടക്കി. അതുപോലെ ഒരു ധാരണയുണ്ടായിരുന്നു ത്രിപുര. എനിക്ക് തോന്നുന്നു മാണിക് ലാൽ സർക്കാർ നല്ലൊരു മനുഷ്യനാണ്, കഴിവില്ല എന്ന് മാത്രമേ ഉള്ളൂ, മനുഷ്യത്വമുള്ള ആളാണ്. 10-20 വർഷമായിട്ട് അദ്ദേഹം ഭരിച്ചു. അവിടെ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അടിമുട്ടി അവരെ മാറ്റി. ഇപ്പോൾ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലും. യഥാർത്ഥത്തിൽ ഭർതൃഹരിയുടെ നീതിശതകത്തിൽ ഒരു വരി പറയുന്നുണ്ട്: അസംഭാവ്യം എന്ന് തോന്നുന്നതിന് വേണ്ടി സമയവും ഊർജവും സമ്പത്തും നശിപ്പിക്കരുത്. അസംഭാവ്യം എന്ന് തോന്നുന്നതിന് വേണ്ടിയിട്ട് സമയവും ഊർജവും സമ്പത്തും നശിപ്പിക്കരുത്. പക്ഷെ മമതാ ബാനർജിയുടെ കീഴിലുള്ള ബംഗാളിൽ നിന്ന് മമതാ ബാനർജിയെ ഒന്ന് തുടച്ചു മാറ്റുക, അവരുടെ തൃണമൂൽ കോൺഗ്രസ് തുടച്ചു മാറ്റുക അത്ര എളുപ്പമുള്ളതല്ല. ധാർഷ്ട്യത്തിൻ്റെ പരമകാഷ്ഠയിൽ ഒരു സ്ത്രീ എത്തിയാൽ അതിൻ്റെ പ്രതീകമാണ് അവർ. ഭാഗികമായിട്ട് മുസ്ലിമാണ്. അതുകൊണ്ട് ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളും റോഹിംഗ്യൻ മുസ്ലിങ്ങളും ബംഗാളിലെ മുസ്ലിങ്ങളും എല്ലാം അസാധാരണമായ വിധത്തിൽ അവരുടെ കൂടെയുണ്ട്. കുറേയധികം ബംഗാളികളുമുണ്ട്. അതുപോലെ അസംഭാവ്യമായിരുന്നു യഥാർത്ഥത്തിൽ ഹൈദരാബാദിലെ ഇലക്ഷനിൽ BJPക്ക് കുറച്ച് സീറ്റ് കിട്ടുക എന്നുള്ളതാണ്. ഇതെല്ലാം സംഭാവ്യമായി തീർന്നു. ഇപ്പോൾ ബംഗാളിൽ അസംഭാവ്യമല്ല എന്ന് തോന്നി വളരെ കാര്യമായിട്ട് തുടങ്ങി ബംഗാളിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ. വെറുതെ ഞാനൊന്ന് വായിക്കാം. മമതാ ബാനർജിയുടെ വലത്തെ കൈയും ജീവാത്മാവും പരമാത്മാവുമായിരുന്ന സുവേന്ദു അധികാരി അടക്കം വളരെയധികം പ്രമുഖര് BJPയിലേക്ക് ചേർന്നിരിക്കുന്നു. മമതയ്ക്ക് വളരെ വലിയ തിരിച്ചടി. CPM, കോൺഗ്രസ്, മമതാ ബാനർജിയുടെ കൂടെയുള്ള MLAമാരും 10-12 പേര് BJPയിൽ ചേർന്നിരിക്കുന്നു. അതും ഇലക്ഷനൊക്കെ ഏതാണ്ട് അടുക്കാറായ സമയത്താണ് അവിടെ ചെയ്യാൻ സാധിക്കുന്ന ഏകാധിപത്യത്തിൻ്റെ പരമകാഷ്ഠയിൽ കേരളം പോലെ ചെയ്യുന്നത്. അതായത് കേന്ദ്ര നേതാക്കന്മാരെ പോലും അവിടെ ഇറക്കാത്ത അവസ്ഥ. കേന്ദ്രത്തിൻ്റെ കീഴിലല്ല ബംഗാൾ എന്ന രീതിയിലുള്ള പെരുമാറ്റം, അതുപോലെയുള്ള പ്രവൃത്തി, അതുപോലെയുള്ള പ്രസംഗങ്ങൾ, ധാർഷ്ട്യത്തിൻ്റെ പരമകാഷ്ഠ, കേരളത്തിൻ്റെ വേറൊരു മോഡല്. ഏതായാലും ആ വരികളൊക്കെ നമുക്കൊന്ന് വായിക്കാം. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വലം കൈയായിരുന്ന സുവേന്ദു അധികാരി അടക്കം നിരവധി പ്രമുഖർ BJPയിൽ ചേർന്നു. തൃണമൂലിനും മുഖ്യമന്ത്രി മമതയ്ക്കും വലിയ തിരിച്ചടിയാണ് ഇത്. 2 തവണ തൃണമൂൽ MP ആയിരുന്ന സുനിൽ മണ്ഡൽ, തൃണമൂൽ MLAമാരായ വനശ്രീ മൈതി, ശിൽഭദ്ര ദത്ത, വിശ്വജിത്ത് കുണ്ടു, ശുക്ര മുണ്ട, സൈകത്ത് പാഞ്ച, CPM MLAമാരായ ദീപാളി വിശ്വാസ്, താപസി മണ്ഡൽ, അശോക് ദിൻഡ, കോൺഗ്രസ് MLA സുദീപ് മുഖർജി, മുൻ തൃണമൂൽ MP ദശരഥ ടിർക്കി എന്നിവർ BJPയിൽ ചേർന്നവരിൽ പെടുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മിഡ്നാപൂർ സമ്മേളനത്തിലാണ് ഇവർ BJPയിൽ അംഗത്വം എടുത്തത്. തൃണമൂൽ, CPM, കോൺഗ്രസ് പാർട്ടികളുടെ നിരവധി ജില്ലാ നേതാക്കന്മാരും BJPയിൽ ചേർന്നിട്ടുണ്ട്. മൊത്തം 11 MLAമാരാണ് BJP അംഗത്വം സ്വീകരിച്ചത്. സിറ്റിംഗ് MLAമാരാണ് സ്വീകരിച്ചത്. അമിത്ഷാ പങ്കെടുത്ത സമ്മേളനത്തിൽ BJPയിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്നുള്ള ഒഴുക്ക് തന്നെയായിരുന്നു. ഇവരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് സ്വാഗതം ചെയ്തു. ഇന്നലെ രാവിലെ മുഖ്യമന്ത്രിക്ക് സുവേന്ദു രാജിക്കത്തയച്ചു. അതിൻ്റെ പിന്നാലെ തൃണമൂൽ ഭീഷണി കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ സുവേന്ദുവിന് ZY കാറ്റഗറി സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മമതാ ബാനർജി ഒറ്റയ്ക്കാവും എന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ നേതാവുമായ മമതാ ബാനർജിയെ
കടന്നാക്രമിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബംഗാളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന രാഷ്ട്രീയ ആക്രമണങ്ങളിൽ കടുത്ത എതിർപ്പും പ്രതിഷേധവും പ്രകടിപ്പിച്ചു. അമിത്ഷാ അക്രമ രാഷ്ട്രീയത്തിൽ മനം മടുത്ത് കൂടുതൽ പേർ BJPയിൽ എത്തുമെന്ന് പ്രഖ്യാപിച്ചു. അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും മമത ഒറ്റയ്ക്കാകും, അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഇതിൻ്റെ മറ്റൊരു രൂപം കേരളത്തിലും വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏകാധിപത്യത്തിൻ്റെയും തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും എല്ലാം പ്രതീകമായിട്ട് ആര് എവിടെയെല്ലാം വാണരുളിയോ, അത് ജയലളിത തമിഴ്നാട്ടിലാണെങ്കിലും ലാലു പ്രസാദ് യാദവ് ഉത്തർപ്രദേശിലാണെങ്കിലും അതല്ല വേറെ XYZ ഏത് സംസ്ഥാനത്തിലാണെങ്കിലും, പണ്ട് BJPയിൽ ഉണ്ടായിരുന്ന കല്യാൺ സിംഗ് എന്നൊരു വ്യക്തി, അദ്ദേഹവും ധരിച്ചു അദ്ദേഹമാണ് എന്തൊക്കെയോ എന്ന്. ഏതായാലും ആര് എല്ലാം മറന്ന് അങ്ങ് താണ്ഡവ നൃത്തമാടാൻ ഇറങ്ങി പുറപ്പെട്ടാൽ കാലചക്രം തിരിയുമ്പോൾ അതോടൊപ്പം തിരിയുന്ന ധർമ്മചക്രം ഇവരെ എല്ലാവരെയും നിലയ്ക്ക് നിർത്തും. ഏതായാലും വളരെ ഗംഭീരം മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ അമിത്ഷാ, ഇതുവരെയും ഊണ് കഴിക്കാത്ത അമിത്ഷാ ആദ്യമായിട്ട് ജീവിതത്തിൽ ഊണ് കഴിക്കുന്ന ഒരു ഫോട്ടോ ബംഗാളിൽ ഒരു സാധാരണ കൃഷിക്കാരൻ്റെ വീട്ടിലിരുന്ന് ഊണ് കഴിക്കുന്ന ഒരു ഫോട്ടോ മാതൃഭൂമി ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ബംഗാൾ മാതിരി ഓരോ NDA പ്രവർത്തകനും BJP പ്രവർത്തകനും കേരളത്തിൽ ജീവിക്കുന്നവരറിയണം, അവിടെ കൊലപാതകത്തേക്കാൾ കൂടുതൽ കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. കുറേയൊക്കെ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കണം, അടുത്ത 6 മാസം ഇതൊരു ജീവൻ മരണ പോരാട്ടമായിരിക്കും. നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ശബരിമലയെയും നമ്മുടെ ഗുരുവായൂരും നമ്മുടെ രാഷ്ട്രത്തെയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പൈതൃകത്തെയും നമ്മുടെ സംസ്കാരത്തെയും തച്ചുടച്ച് തകർത്ത് തരിപ്പണമാക്കി ന്യൂനപക്ഷങ്ങളുടെ കൂടെ തീവ്രവാദികൾ എന്ന് മലയാള മനോരമ പോലും ആണയിട്ട് പറയുന്ന SDPIയുടെ കൂട്ടത്തിൽ ചേർന്ന് പല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും ഭരിക്കുന്നതിൽ വർഗീയതയില്ല. ഹിന്ദുക്കള് നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന, ഭരണഘടനാ പുസ്തകത്തിൽ പറയുന്ന ശ്രീരാമനും സീതയും രാമായണവും, അത് പാർലമെന്റിൽ ഉദ്ധരിച്ച രാമായണ മന്ത്രം, ആ രാമന്റെ ചിത്രവും രാമന്റെ രൂപഭാവങ്ങളും ഒരു കേരളത്തിൽ ഒരു മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ വെച്ചത്, അത് അത്രയും വലിയ അക്ഷന്തവ്യമായ തെറ്റും മറ്റുമാണെങ്കിൽ, അതേ സമയത്ത് 51% മുസ്ലിങ്ങളുള്ള ഗവൺമെൻറ് സ്കൂളിന് ഗവൺമെൻറ് മുസ്ലിം സ്കൂൾ എന്ന് പേര് കൊടുക്കാം. ഹിന്ദു ക്രിസ്ത്യൻ സ്കൂളുകൾക്കൊന്നും അങ്ങനെ പറ്റില്ല. അപ്പോൾ ഒരു വിഭാഗത്തെ പ്രീണിപ്പിച്ച് ഹിന്ദുക്കളെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയെയും നമ്മുടെ ഭർതൃഹരിയുടെ നീതി ശതകത്തിൽ അസംഭാവ്യമെന്ന് തോന്നുന്നതിനെക്കുറിച്ച് സമയം ചെലവഴിക്കരുത് എന്നുള്ളതിനെ ഒന്ന് മാറ്റി അത് സംഭവ്യമാക്കാം എന്ന്